2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യയിലെത്തി. തലസ്ഥാനമായ അഡിസ് അബാബയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. എത്യോപ്യയിലെ ഇന്ത്യൻ സമൂഹവും ആവേശത്തോടെയാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത്. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഇത് 3ാമത്തെ രാജ്യമാണെന്ന് തോന്നുന്നു. ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് 3ാമത്തെ രാജ്യമാണെന്ന് തോന്നുന്നു എത്യോപ്യ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയും എത്യോപ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ എത്രത്തോളം പ്രയോജനം ചെയ്യും, മാത്രമല്ല മറ്റ് വാണിജ്യ വ്യാപാര മേഖലകളിലുള്ള ഇടപെടൽ അത് എത്രത്തോളം സുഗമമാക്കും ഐസൻ? അനിൽ, തീർച്ചയായും ഇന്ത്യയും എത്യോപ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം എന്നതിലുപരി ഭാരതവും ഗ്ലോബൽ സൗത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യവും തമ്മിലുള്ള ഒരു ശക്തമായ ബന്ധത്തിൻ്റെ തുടക്കം കൂടിയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളോട് ഏത് രീതിയിലാണോ ഭാരതം മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അതുമായി സഹകരിച്ച് ആ രാജ്യങ്ങളുമായി സഹകരിച്ച് എങ്ങനെയാണോ പുതിയൊരു ലോകത്തിൻ്റെ നിർമ്മിതിക്കായി അല്ലെങ്കിൽ പുതിയൊരു ലോകക്രമത്തിൻ്റെ രൂപീകരണത്തിനായി ഭാരതം മുന്നോട്ട് പോകുന്നത് എന്നതിന് തെളിവ് കൂടിയാണ് എത്യോപ്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. ഇന്നലെ ജോർദാനിൽ നിന്നും എത്യോപ്യയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഏറ്റവും ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും ഊഷ്മളമായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷത്തോടെയുള്ള സ്വീകരണം എന്നതിനപ്പുറം അഡിസ് അബാബയിൽ, അതായത് എത്യോപ്യയുടെ തലസ്ഥാനമായ അഡിസ് അബാബയിൽ പ്രധാനമന്ത്രിക്ക് അബി അഹമ്മദ് അലി, അതായത് എത്യോപ്യൻ പ്രധാനമന്ത്രി നേരിട്ടെത്തി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നു. അത് നേരത്തെ തന്നെ നമുക്ക് പല കാര്യങ്ങളിലും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യവുമാണ്. നേരിട്ടെത്തി പ്രധാനമന്ത്രി തന്നെയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ പല രാജ്യങ്ങളും, ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലും സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അത്തരത്തിലൊരു സ്വീകരണം അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നതിനേക്കാൾ ആ പ്രധാനമന്ത്രി തന്നെ സ്വയം കാർ ഓടിച്ച് വിവിധ ഇടങ്ങളിലേക്ക് പ്രധാനമന്ത്രിയെ കൊണ്ടുപോയി, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ കൊണ്ടുപോയി, അതായത് സയൻസ് മ്യൂസിയത്തിലേക്കും ഫ്രണ്ട്ഷിപ്പ് മ്യൂസിയത്തിലേക്കും കൊണ്ടുപോയതിന് ശേഷമാണ് അദ്ദേഹത്തിന് താമസ സൗകര്യമൊരുക്കിയ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് താമസ സൗകര്യമൊരുക്കിയ ഹോട്ടലിലേക്ക് എത്തിച്ചത് എന്നതാണ് ഏറ്റവും നിർണായകമായൊരു ഘടകം. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ സ്വയം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന ഏറ്റവും നിർണായകമായൊരു സന്ദേശം എത്യോപ്യൻ പ്രധാനമന്ത്രി തന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം. അത്തരത്തിൽ ആ സന്ദേശത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ആ രാജ്യം ഭാരതത്തെ എത്ര കണ്ട് ഗൗരവമായും ഊഷ്മളമായും ആ ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. മറ്റു പ്രധാന വിഷയങ്ങൾ എടുക്കുകയാണെങ്കിൽ നേരത്തെ നമുക്കറിയാവുന്നതാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, ഫിൻടെക് രംഗത്തെ സഹകരണം, കാർഷിക രംഗം, അതുപോലെ തന്നെ വളം ഉൽപ്പാദനം, അത്തരത്തിലുള്ള വൈവിധ്യങ്ങളായ ജനകീയമായതും തൊഴിലുകൾ കൃത്യമായി ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള കാര്യക്ഷമമായ ഇടപെടൽ നടക്കാൻ സാധ്യമാകുന്ന നിരവധിയായ ഇടപെടലുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിൽ നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ആദ്യ രാഷ്ട്രമായ ജോർദാനിലെത്തിയ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ, അദ്ദേഹം വ്യക്തമാക്കിയ നിലപാടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാർഷിക രംഗത്തും അതുപോലെ തന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, അതായത് സാങ്കേതിക വിദ്യാരംഗത്ത് ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ കൂടി ഇത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് കൈമാറുന്നതിനും ആ രാജ്യങ്ങളെ കൂടി ശാക്തീകരിക്കുന്നതിനും ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് അതിശക്തമായ പിന്തുണ നൽകുന്നതിനുമുള്ള നീക്കങ്ങൾ കൃത്യമായി ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു. അതുതന്നെയാണ് എത്യോപ്യൻ സന്ദർശന വേളയിലും, അതല്ലെങ്കിൽ ഈ മൂന്ന് രാഷ്ട്രം സന്ദർശിക്കുന്ന വേളയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതാണ് വസ്തുത. തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതിശക്തമായി തുടരുന്നതിനുള്ള സാധ്യത വീണ്ടും തുറക്കുകയാണ്. ഇന്നലെ ജോർദാനിൽ പറഞ്ഞ അതേ വാക്കുകൾ തന്നെയായിരിക്കും പ്രധാനമന്ത്രി, അല്ലെങ്കിൽ അതേ ആശയം തന്നെയായിരിക്കും ഇവിടെയും പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുക. ലോകത്തിൻ്റെ ഒരു ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള രാഷ്ട്രങ്ങൾ, അതായത് ഗ്ലോബൽ സൗത്ത് രാഷ്ട്രങ്ങളെല്ലാം തന്നെ ചേർത്ത് പിടിച്ച് തീവ്രവാദ വിരുദ്ധ മുന്നണിയുടെ നേതൃത്വം നൽകി വികസിത രാജ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിച്ച് ലോകം മുഴുവൻ മറ്റൊരു ക്രമം സൃഷ്ടിക്കുന്നതിനുള്ള ഊഷ്മളമായ നീക്കങ്ങളുടെ തുടക്കമായിരിക്കും എത്യോപ്യൻ സന്ദർശനം എന്ന കാര്യത്തിലും തർക്കമില്ല. അനിൽ നമ്പ്യാർ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യയിലെത്തി. തലസ്ഥാനമായ അഡിസ് അബാബയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ചു. എത്യോപ്യയിലെ ഇന്ത്യൻ സമൂഹവും ആവേശത്തോടെയാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത്. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.